സംഭവബഹുലമായ ഒരാഴ്ചയാണ് കടന്നുപോയത്. കലൂർ സ്റ്റേഡിയത്തിൽ യാതൊരു സുരക്ഷയുമില്ലാതെ ഉയർത്തിക്കെട്ടിയ VIP ഗാലറിയിൽ നിന്ന് കാൽ വഴുതി വീണ് ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്ക് എന്ന വാർത്ത കേട്ടാണ് ഈ ആഴ്ച തുടങ്ങിയത്. ഗിന്നസ് റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ട് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,000 നർത്തകർ അണിനിരന്ന നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ കൈലാസമാക്കി മൃദംഗ വിഷന്റെ മൃദംഗനാഥം ഭരതനാട്യം ഗിന്നസ് ലോക റെക്കോർഡ് നേടി. നേരത്തെ ഉണ്ടായിരുന്ന 10,176 നർത്തകരുടെ റെക്കോർഡാണ് തകർത്തത്. 11,600 പേരാണ് ലോക റെക്കോർഡ് ഭരതനാട്യം പ്രകടനത്തിൽ പങ്കെടുത്തത്. റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഗിന്നസ് അധികൃതർ കൈമാറി. ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് ഒരേ താളത്തിൽ നൃത്തം ചെയ്തത്. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന, ഉത്തര ഉണ്ണി, വിദ്യ ഉണ്ണി, ഋതുമന്ത്ര, പാരിസ് ലക്ഷ്മി തുടങ്ങി നിരവധി പ്രമുഖരും നടനമാടി. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപാങ്കുരൻ സംഗീതം നൽകി. പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായാണ് ഭരതനാട്യം അവതരിപ്പിച്ചത്. കേരളത്തിന് പുറമെ മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ഡൽഹി, ചെന്നൈ, GCC രാജ്യങ്ങൾ, US, UK, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയിടങ്ങളിൽ നിന്നും നർത്തകർ ഭരതനാട്യത്തിൽ പങ്കെടുത്തു. 8 മിനിറ്റ് നീണ്ടുനിന്ന റെക്കോർഡ് ഭരതനാട്യം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഹൈബി ഈഡൻ MP, ADGP S ശ്രീജിത്ത്, ജോയ് ആലൂക്കാസ്, GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പ്രകാശ് പട്ടാഭിരാമൻ, സിജോയ് വർഗീസ്, നിഘോഷ് കുമാർ, ഷമീർ അബ്ദുൾ റഹീം, മിനി നിഘോഷ്, പൂർണിമ, അനൂപ് എന്നിവർ പങ്കെടുത്തു. ഗോകുൽ ഗോപകുമാറും സംഘവും ഗാനങ്ങൾ അവതരിപ്പിച്ചു. കല്യാൺ സിൽക്സിന്റെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഡിസൈൻ ചെയ്ത നീല നിറത്തിലുള്ള ആർട്ട് സിൽക്ക് സാരി അണിഞ്ഞാണ് 12,000 ഭരതനാട്യ നർത്തകർ ഒന്നിച്ച് ചുവടുവെച്ചത്. കലാമണ്ഡലം, കലാക്ഷേത്ര, RLV, ലാസ്യ തുടങ്ങിയിടങ്ങളിലെ ഗുരുക്കന്മാരെ സ്വർണ്ണ നാണയം സമ്മാനിച്ച് ജോയ് ആലൂക്കാസ് ആദരിച്ചു. നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. MLAക്കുണ്ടായ അപകടത്തിൽ തുടങ്ങി പരിപാടിയുടെ കള്ളക്കണക്കിലെത്തി നിൽക്കുകയാണ് വിവാദങ്ങൾ ഇപ്പോൾ. വേദിയിൽ നടക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വേദിയിൽ നിന്ന് റിബൺ കെട്ടിയ സ്റ്റാൻഡിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് MLA വീണത്. പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ പൂർണിമ, നടൻ സിജോയ് വർഗീസ് എന്നിവർ വീഡിയോയിലുണ്ട്. 1.5 മീറ്ററാണ് സ്റ്റേജിന്റെ വലിപ്പമുണ്ടായിരുന്നത്. അതിൽ 2 നിരയായാണ് കസേര ഇട്ടിരുന്നത്. പിൻനിരയിൽ നിന്ന് ഉമാ തോമസ് മുൻനിരയിലേക്ക് വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ആദ്യം ഒരു കസേരയിലിരുന്ന ശേഷം പിന്നീട് മാറിയിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് അപകടം. കോൺക്രീറ്റിൽ തലയിടിച്ചാണ് വീണതെന്നും ക്യൂ ഗാർഡിന്റെ പൈപ്പ് MLAയുടെ തലയിൽ വീണതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. VIP-കൾക്കായി 40 കസേരകളാണ് ഇട്ടിരുന്നത്. അവിടെ മന്ത്രി സജി ചെറിയാനും മറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു. പരിപാടി തുടങ്ങാറായപ്പോഴാണ് MLA എത്തിയത്. മന്ത്രിയെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് പോകുമ്പോൾ ഗാലറിയിൽ റിബൺ കെട്ടിയ ക്യൂ ഗാർഡിൽ പിടിക്കുകയും അതിനൊപ്പം മറിഞ്ഞ് താഴേക്ക് വീഴുകയുമായിരുന്നു. മുഖമിടിച്ചാണ് വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തസ്രാവമുണ്ടായി. സന്നദ്ധ പ്രവർത്തകർ ഉടനെ തന്നെ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായിരുന്ന ആംബുലൻസിൽ കയറ്റി MLAയെ ആശുപത്രിയിലേക്ക് മാറ്റി. അബോധാവസ്ഥയിലായതിനാൽ വെന്റിലേറ്റർ സഹായം നൽകുകയായിരുന്നു. തുടർന്ന് CT സ്കാൻ, MRI സ്കാൻ അടക്കം പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു. അതേസമയം മൃദംഗ വിഷന്റെ സാമ്പത്തിക സ്രോതസ്സുകളിൽ അന്വേഷണം നടക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പരിപാടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്ന അക്കൗണ്ടുകളിലായിരുന്നു പരിശോധന. വിവാദങ്ങളിൽ വ്യക്തത വരുത്തി കല്യാൺ സിൽക്സ്.
സംഘാടകരുമായി നടന്നത് വാണിജ്യ ഇടപാട് മാത്രമാണ്. ന്യായവിലയും സുതാര്യമായ പ്രവർത്തന രീതികളും അവലംബിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ ഉൽപ്പന്നങ്ങൾ ഇത്തരം ചൂഷണങ്ങൾക്കായി ഉപയോഗിച്ചതിൽ കടുത്ത അതൃപ്തിയും മാനേജ്മെന്റ് അറിയിപ്പിൽ രേഖപ്പെടുത്തി. മൃദംഗനാദത്തിന്റെ സംഘാടകർ 12,500 സാരികൾ നിർമ്മിച്ചു നൽകുവാനായിട്ടാണ് ഞങ്ങളെ സമീപിച്ചത്. ഈ പരിപാടിക്ക് മാത്രമായി ഡിസൈൻ ചെയ്ത സാരികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കുകയും സാരി ഒന്നിന് 390 രൂപയ്ക്ക് സംഘാടകർക്ക് യഥാസമയം കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ പരിപാടിയുടെ വേദിയിൽ ഉണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് സംഘാടകർ സാരി ഒന്നിന് 1,600 രൂപ ഈടാക്കിയെന്നാണ്. ഇത്തരം വിവാദങ്ങളിലേക്ക് തങ്ങളുടെ പേര് വലിച്ചിഴക്കരുതെന്നും കല്യാൺ സിൽക്സ് മാനേജ്മെന്റ് ഇറക്കിയ അറിയിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം നൃത്ത പരിപാടിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിച്ചിരുന്നു. നടി ദിവ്യ ഉണ്ണിയെയും നടൻ സിജു വർഗീസിനെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. കുട്ടികളിൽ നിന്ന് രജിസ്ട്രേഷന് മാത്രമായി സംഘാടകർ ഈടാക്കിയത് 1000-ഓളം രൂപയാണ്. അതുകൂടാതെ ബുക്ക് മൈ ഷോയിൽ അടക്കം ടിക്കറ്റുകൾ വിറ്റിരുന്നു. നൃത്ത പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് നൽകിയത് 5 ലക്ഷം രൂപയെന്ന് കണ്ടെത്തൽ. സംഘാടകരുടെ അക്കൗണ്ട് പരിശോധനയിലൂടെയാണ് ഈ വിവരം പോലീസിന് ലഭിച്ചത്. കൂടുതൽ പണം നൽകിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെ അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് GCDAക്ക് ചോദ്യാവലി നൽകി. സ്റ്റേഡിയത്തിൽ അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പോലീസ് നൽകിയത്. അതേസമയം വിവാദങ്ങൾ ശക്തമാകുന്നതിനിടെ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് മടക്കം. സംഘാടകരെ പൂർണ്ണമായും ചോദ്യം ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് നോട്ടീസ് നൽകി മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല. സംഘാടനത്തിലുണ്ടായ പിഴവും സംഘാടകരുടെ കള്ളക്കണക്കും സമൂഹത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. മയക്കുമരുന്നിനടിമയായി മാറിയ യുവതലമുറയെ പറ്റിയുള്ള ചർച്ചകൾ എല്ലാ കാലത്തും വളരെ സജീവമാണ്. അത്തരത്തിലൊരു വാർത്തയാണ് അടുത്തത്. കഞ്ചാവ് ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിന് പുതുവത്സര രാത്രി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവം ആരും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന ലിവിനെയാണ് കുത്തിക്കൊന്നത്. കഞ്ചാവിന്റെ മണം വന്നതിനെ തുടർന്ന് ലിവിൻ ഇത് ചോദ്യം ചെയ്ത് കുട്ടികളെ പേടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവത്തിലെ പ്രതികളിൽ ഒരാളായ 14 വയസ്സുകാരന് ശക്തമായ ക്രിമിനൽ പശ്ചാത്തലമെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ 14ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടേത് തന്നെയെന്നും പോലീസ്. പ്രതികളിൽ ഒരാൾ 9ാം ക്ലാസ്സിൽ വെച്ച് മുൻപ് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. സഹപാഠിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലായിരുന്നു നടപടി. കൊലപാതകത്തിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരുന്നു. സംഭവത്തിൽ കുട്ടികളുടെ പശ്ചാത്തലവും ലഹരി ഉപയോഗവും അടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. തൃശൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ തേക്കിൻകാട് മൈതാനിൽ ഇരിക്കുകയായിരുന്ന കുട്ടികളുമായി ലിവിൻ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നാലെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുട്ടികൾ ലിവിനെ കുത്തുകയായിരുന്നു. ലഹരി ഉപയോഗവും ക്രിമിനൽ പശ്ചാത്തലവും കാരണം സ്കൂളുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കുട്ടികൾ എത്തുന്നത് തെരുവിന്റെ ചതിക്കുഴിയിലേക്കാണ്. ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടുമ്പോഴും ഗൗരവമുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇതോടെ കുട്ടികൾ പൂർണ്ണമായും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയാണ്. പുറത്താക്കുന്നതോടെ സ്കൂളുകളുടെ ഉത്തരവാദിത്തം കഴിയുന്നതിനാൽ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. മദ്യം, ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇരകളായ കുട്ടികളെ സംരക്ഷിക്കാൻ ശരണബാല്യം പോലെയുള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും ഫലപ്രദമല്ല. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ മുഖേന നടപ്പാക്കുന്ന ശരണബാല്യം പദ്ധതിക്ക് കീഴിൽ എല്ലാ ജില്ലകളിലും ചൈൽഡ് റെസ്ക്യൂ ഓഫീസർമാരുണ്ട്. സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി കാരണം പരിശോധിച്ച് പ്രശ്ന പരിഹാരം കാണേണ്ട ചുമതല ഇവർക്കുണ്ടെങ്കിലും ഈ കുട്ടികളെ തേടി ആരും എത്തുന്നില്ല. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ കമ്മിറ്റി 3 മാസത്തിലൊരിക്കൽ കൂടുന്ന യോഗത്തിലും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് അജണ്ടയാണെങ്കിലും കാര്യമായ പരിശോധനകൾ ഉണ്ടാകാറില്ല. ICDS സൂപ്പർവൈസർ മെമ്പർ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനുമായി പഞ്ചായത്ത് തലത്തിലും പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ ഉണ്ടെങ്കിലും കൃത്യമായ ഇടവേളകളിൽ യോഗം പോലും നടക്കാറില്ല. ബ്ലോക്ക് തലത്തിലും സമാന സംവിധാനമുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് വകുപ്പിന്റെ വിമുക്തി ക്ലബ്ബുകൾ ഉണ്ടെങ്കിലും 1-2 ബോധവൽക്കരണ ക്ലാസുകളോടെ പലയിടങ്ങളിലും പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. അതേസമയം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് കീഴിലുള്ള അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്ന സ്കൂളുകളിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
ലഹരി ഉപയോഗം പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളെ മാതൃകാ വിദ്യാർത്ഥികൾക്കൊപ്പം വിവിധ പ്രവർത്തനങ്ങളിലും ബോധവൽക്കരണ പരിപാടികളിലും പങ്കാളികളാക്കുന്നതാണ് ഈ പദ്ധതി. പ്രശ്നബാധിതരായ കുട്ടികളെ അവരറിയാതെ തന്നെ ലഹരി ഉപയോഗത്തിൽ നിന്നും മറ്റും മോചിപ്പിക്കുന്ന പദ്ധതി മുഴുവൻ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. കുട്ടികൾക്കിടയിലെ ലഹരി മരുന്ന് ഉപയോഗം തടയാനുള്ള നടപടികൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പുതുതലമുറ എന്നത് രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കുന്ന ഇന്നത്തെ പുതുതലമുറ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാവുകയല്ല, പകരം ഭീഷണിയാവുകയാണ്. മറ്റു വിഷയങ്ങളുമായി അടുത്തയാഴ്ച റിയൽ സ്റ്റോറിയിൽ വീണ്ടും കാണാം. നമസ്കാരം.